നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയാലിസിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ MG ശ്രീജിത്താണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഡയാലിസിസ്? എപ്പോഴാണ് ഡയാലിസിസ് ആവശ്യമായി വരുന്നത്? നമുക്ക് ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ശരീരത്തിൽ 2 വൃക്കകളാണുള്ളത്. നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമായി നമ്മളൊക്കെ സ്കൂൾ ലെവലിൽ തൊട്ട് പഠിക്കുന്ന രീതിയിൽ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അംശം നിയന്ത്രിക്കുക, അതുപോലെ ലവണങ്ങളുടെ അംശം നിയന്ത്രിക്കുക, നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ, അതായത് മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റ് പ്രൊഡക്ഷനെ പുറന്തള്ളുക എന്നിവയൊക്കെയാണ്. ഇതുകൂടാതെ നമുക്കത്ര പരിചിതമല്ലാത്ത ശരീരത്തിലെ അമ്ലതയുടെ അംശം നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള എറിത്രോപോയിറ്റിൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാക്കുക, അതുപോലെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് നിയന്ത്രിച്ച് ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവ് നിയന്ത്രിക്കുക തുടങ്ങിയവയെല്ലാം കിഡ്നിയുടെ ഫംഗ്ഷനാണ്. അപ്പം ഇത്തരം ഫംഗ്ഷൻ ചെയ്യുന്ന കിഡ്നിക്ക് ഒരു ഷട്ട് ഡൗൺ വന്ന് വൃക്ക പരാജയം വരുമ്പോൾ നമുക്ക് കൃത്രിമമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഈ പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ലളിതമായിട്ട് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു കിഡ്നി ഫംഗ്ഷൻ ഫെയിലിയർ വന്നു കഴിയുമ്പോൾ നമുക്ക് കൃത്രിമമായിട്ടുള്ള മാർഗ്ഗങ്ങൾ വഴി ശരീരത്തിലെ ജലാംശത്തിനെ നിയന്ത്രിക്കേണ്ടി വരും, ശരീരത്തിലെ അമ്ലതയെ നിയന്ത്രിക്കേണ്ടി വരും. അപ്പം ഇതിനെല്ലാമുള്ള ഈ കൃത്രിമ മാർഗ്ഗത്തിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരീരത്തിലെ ഈ ഫിൽട്രേഷനെ, ഈ കിഡ്നിയുടെ ഫിൽട്രേഷനെ ഒരു ശതമാന കണക്കിലെടുക്കുകയാണെങ്കിൽ നമ്മൾ 90-ന് മുകളിൽ ഫിൽട്രേഷൻ വന്നാൽ നമ്മൾ നോർമൽ ഫിൽട്രേഷൻ എന്ന് പറയും. അതിന് താഴേക്ക് നമ്മൾ സ്റ്റേജ് 2, 3, 4, 5 എന്നിങ്ങനെ 5 എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്, അതായത് അവസാന ഘട്ട വൃക്ക പരാജയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അവസാന ഘട്ട വൃക്ക പരാജയം, അതായത് സ്റ്റേജ് 5 റീനൽ ഡിസീസിൽ എത്തിയൊരു രോഗിക്കാണ് ഡയാലിസിസ് സാധാരണഗതിയിൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു, പക്ഷേ ഇതിന് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേജ് 5 കിഡ്നി ഡിസീസിൽ റീനൽ ഡിസീസിൽ എത്തിയ എല്ലാ സ്റ്റേജിലുമുള്ള രോഗികൾക്ക് ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി വന്നില്ല എന്ന് വരും. ഇതെല്ലാം കുറച്ച് ഇൻഡിവിജ്വൽ വേരിയേഷൻസും ഉണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ എന്താണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്? ക്രിയാറ്റിൻ കൂടുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണോ? ഇത് പല രോഗികളും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് ക്രിയാറ്റിനിൻ? ക്രിയാറ്റിൻ കൂടിയത് കൊണ്ട് എനിക്ക് വൃക്കയ്ക്ക് നാശം സംഭവിച്ചു, അല്ലെങ്കിൽ ക്രിയാറ്റിൻ കുറയ്ക്കാനുള്ള മരുന്ന് വേണം. ഇങ്ങനെ പല രോഗികളും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്നൊരു വസ്തുവാണ്. നമ്മുടെ ബോഡിയിലെ മസിലിൻ്റെ മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിനിൻ പുറന്തള്ളപ്പെടുന്നത് കിഡ്നി വഴി മാത്രമാണ്. അപ്പം കിഡ്നി വഴി പുറന്തള്ളപ്പെടുന്ന ഈ ക്രിയാറ്റിനിൻ നമ്മുടെ കിഡ്നികൾക്ക് പ്രവർത്തനത്തിന് അപജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നു. അപ്പം ഈ ശരീരത്തിലെ ഉയർന്ന ക്രിയാറ്റിൻ്റെ അളവിനെ നമ്മൾ കിഡ്നിയുടെ അസുഖം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അല്ലാതെ ഈ ക്രിയാറ്റിൻ കൂടുക എന്നുള്ളതല്ല നമ്മുടെ അസുഖം. ഈ കിഡ്നിക്ക് തകരാറ് വരുന്നത് മൂലം ക്രിയാറ്റിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതാണ്. അപ്പം നമുക്കിപ്പം ഉദാഹരണത്തിന് ഇപ്പം ടൈഫോയിഡ് വന്ന രോഗിക്ക് പനി വരാം. അപ്പോൾ ആ രോഗിയെ നമ്മൾ പനി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതും ചികിത്സിക്കുന്നതും. അപ്പം ആ രോഗിയുടെ പനി ടൈഫോയിഡ് കൊണ്ടാണ് ഉണ്ടായത്. ആ പനി എന്ന് പറയുന്നത് രോഗലക്ഷണമാണ്. അതുപോലെ തന്നെ ഈ കിഡ്നിക്ക് വൃക്കപരാജയം സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ലാബ് മനസ്സിലാക്കുന്നൊരു വാല്യൂ ആണ് ഈ ക്രിയാറ്റിൻ കൂടുക എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്രിയാറ്റിൻ കൂടുമ്പോൾ നമുക്ക് വൃക്കപരാജയം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും ക്രിയാറ്റിൻ കൂടുന്നതുകൊണ്ട് മാത്രമല്ല നമുക്ക് ഡയാലിസിസ് വേണ്ടി വരുന്നത്. അത് ഇൻഡിവിജ്വൽ വേരിയേഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ വൃക്കകളുടെ പ്രവർത്തനം പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം വൃക്കപരാജയം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അംശം കൂടും. ജലത്തിൻ്റെ അംശം കൂടുമ്പോൾ രോഗിക്ക് ശരീരത്തിൽ നീര് വരുന്നു, ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് താളപ്പിഴകൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ശ്വസിക്കുന്നതിനും കിടക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ജലത്തിൻ്റെ അംശം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുത്ത് നോക്കും. ഈ മരുന്നുകൾ കൊടുത്ത് നോക്കിയിട്ടും രോഗി ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വൃക്കപരാജയം വന്ന രോഗിക്ക് നമുക്ക് ഡയാലിസിസിലേക്ക് പോകേണ്ടി വരും. അതുപോലെ തന്നെ ശരീരത്തിലെ ലവണത്തിൻ്റെ അംശം, പ്രത്യേകിച്ചും പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുന്നു. ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് ഒരു 5.5 തുടങ്ങി 6-ൽ കൂടിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ താളത്തിന് വ്യത്യാസങ്ങളുണ്ടാകാം, ഹൃദയസ്തംഭനമൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മരുന്നിനാൽ ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് ഈ ആവശ്യമായ ലെവലിലേക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ വൃക്കപരാജയം സംഭവിച്ച രോഗിക്ക് നമുക്ക് ഡയാലിസിസിലേക്ക് പോകേണ്ടി വരും. അതുപോലെ തന്നെ ശരീരത്തിലെ അമ്ലതയുടെ അളവ് ക്രമാതീതമായി കൂടുക, അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ താളം തെറ്റുക. ഉദാഹരണത്തിന് വൃക്കപരാജയം സംഭവിക്കുന്ന രോഗിക്ക് ചിലപ്പോൾ ബോധത്തിന് വ്യത്യാസങ്ങളുണ്ടാകാം, ഓർമ്മക്കുറവുണ്ടാകാം, ഫിറ്റ്സ് പോലെ വരാം. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. മാവേലിക്കരയിൽ നിന്നും സജിയാണ്. സജി, ഡോക്ടറോട് ചോദിച്ചോളൂ. തീർച്ചയായും. നമസ്കാരം. നമസ്കാരം ഡോക്ടറെ.
നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് ഒരു സ്ട്രോക്ക് വന്നതാണ്, അതാണ് ഈ നാക്ക് കുഴഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് സാർ, ക്രിയേറ്റിൻ നമുക്ക്, എനിക്ക് ഷുഗർ പേഷ്യന്റ് ആണ്, ഈ ക്രിയേറ്റിൻ നമുക്ക് എത്ര നോർമൽ വേണ്ടത്? നമ്മൾ സാധാരണയായിട്ട് ലാബ് വാല്യൂ പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഒരു 0.7 തൊട്ട് 1.4 വരെയാണ് നമ്മൾ നോർമൽ ലെവൽ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ വന്നാൽ ക്രിയാറ്റിൻ്റെ അബ്നോർമാലിറ്റി ഉണ്ടെന്നാണ്. പക്ഷേ ഈ ക്രിയാറ്റിൻ്റെ അബ്നോർമാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയുടെ അസുഖം ഉണ്ടെന്നുള്ളതിനെ കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ കൂടുതൽ ഡയാലിസിസ് ചെയ്യണോ? ഇല്ല, ഞാനിപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രിയാറ്റിൻ കൂടുന്നതുകൊണ്ട് മാത്രമല്ല. നമ്മൾ ഒരു ഡൗട്ട് കൂടെ, നമ്മൾ ഒരു വട്ടം ഡയാലിസിസ് കഴിഞ്ഞ പിന്നെ ആ പേഷ്യന്റ് പൂർണ്ണമായിട്ടും മരണം വരെ ഡയാലിസിസ് ചെയ്യണോ? അത് ഏത് തരത്തിലുള്ള കിഡ്നി അസുഖമാണ് ആ രോഗിക്ക് ഉള്ളതെന്നനുസരിച്ച് വ്യത്യാസപ്പെടും. ചിലപ്പോൾ ചില രോഗികൾക്ക് പറഞ്ഞോളൂ. ഷുഗറിൽ നിന്നുള്ള, അതുപോലെ പറഞ്ഞു പോകുന്നത് എന്താ ഡോക്ടർ? ഇത് ഷുഗറിൽ നിന്നുള്ള കിഡ്നിയുടെ അസുഖം നമുക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, അതായത് സ്റ്റേജ് 5 എന്നുള്ള വൃക്ക പരാജയ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി വന്നേക്കാം. അപ്പം ഇങ്ങനെയുള്ള രോഗികൾക്ക് സ്ഥിരമായിട്ട് യൂറിൻ പതഞ്ഞു പോകുന്നത് നമ്മുടെ ഡയബറ്റീസ് മൂലമുള്ള ഷുഗർ കാരണമുള്ള വൃക്കരോഗത്തിന്റെ ഒരു പ്രാരംഭ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അത് വെച്ചിട്ട് നമുക്ക് പക്ഷേ അതുകൊണ്ട് നമുക്ക് ഡയാലിസിസ് ചെയ്യണമെന്ന് അതിനർത്ഥമില്ല. നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അംശമൊക്കെ കൂടി നമുക്ക് മരുന്നുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഘട്ടം എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഡയാലിസിസ് വേണ്ടി വരിക. അല്ല, ഇത് മരുന്ന് ആരംഭത്തിൽ പറ്റുമോ? കേട്ടില്ല. ഇതിപ്പോ ഈ യൂറിൻ പതഞ്ഞു പോകുന്നുണ്ട്, മരുന്ന് കഴിച്ച് മാറുമോ? യൂറിൻ പതഞ്ഞു പോകുന്നതിന് നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഷുഗർ, പ്രഷർ തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. വൃക്കകൾക്ക് പരാജയമുണ്ടോ എന്നുള്ളത് ഒരു ക്രിയാറ്റിൻ ടെസ്റ്റ് ഒരു വൃക്കരോഗ വിദഗ്ധനെ കണ്ടതിന് ശേഷം ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയിട്ട് മരുന്നുകൾ ചിലപ്പോൾ കഴിക്കേണ്ടി വന്നേക്കാം. ഡോക്ടർ, പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷകൻ ചോദിച്ചതിന് ബാക്കി ഞാൻ ചോദിക്കുകയാണ്, ഈ ഡയാലിസിസ് കൊണ്ട് വൃക്കരോഗം നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ? ഒന്നല്ല, പല ആവർത്തി ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വൃക്കരോഗം പലതരത്തിലുണ്ട്. താൽക്കാലികമായിട്ടുണ്ടാകുന്ന വൃക്കരോഗമുണ്ട്, സ്ഥിരമായിട്ടുള്ള, ഇപ്പോൾ പ്രേക്ഷകൻ ചോദിച്ച പോലെ ഒരു ഷുഗർ കാരണം ഒരു വൃക്കരോഗം മൂർച്ഛിച്ച് ഈ സ്റ്റേജ് 5 റീനൽ ഡിസീസ് ആയി കഴിഞ്ഞിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന രോഗികളുമുണ്ട്. അപ്പം ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ വൃക്ക ഷട്ട് ഡൗൺ വരുന്നത് മൂലമുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ്, ജലം, അമ്ലത അല്ലെങ്കിൽ പൊട്ടാസ്യം തുടങ്ങിയവയുടെ അളവുകൾ നിയന്ത്രിക്കാനുള്ളൊരു നിയന്ത്രിക്കാനുള്ളൊരു കൃത്രിമ ഉപാധിയാണ്. ഇതൊരിക്കലും നമ്മൾ വൃക്കരോഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചികിത്സാ രീതിയല്ല. പക്ഷേ വൃക്കരോഗം വന്ന് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ അബ്നോർമാലിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയാലിസിസ് ചെയ്തതുകൊണ്ട് വൃക്കരോഗം പൂർണ്ണമായിട്ടും പഴയ തോതിലേക്ക് വരില്ല. നമുക്ക് ഡയാലിസിസ് ഇങ്ങനെ പൂർണ്ണമായിട്ടും എൻ സ്റ്റേജ് റീനൽ ഡിസീസിൽ വന്ന് ഡയാലിസിസ് ചെയ്യപ്പെടേണ്ട ഒരു രോഗിക്ക് സ്ഥിരമായി തന്നെ ഡയാലിസിസ് വേണ്ടിവരും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഡയാലിസിസ് ഒരിക്കൽ ചെയ്തു തുടങ്ങിയാൽ അത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുമോ? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകേണ്ടി വരുമോ? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മളോട് രോഗികൾ ചോദിക്കാറുണ്ട്, ഡയാലിസിസ് ചെയ്യേണ്ടി വരും, സ്ഥിരമായിട്ട് തുടങ്ങിയാൽ പിന്നെ സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ വിമുഖത കാണിക്കുന്ന പല രോഗികളുമുണ്ട്. അപ്പം ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള വൃക്കപരാജയം, അതായത് രോഗിക്ക് ഒരു എലിപ്പനി വന്നു, അല്ലെങ്കിൽ ഒരു രോഗിക്ക് പാമ്പ് കടിയേറ്റു, അല്ലെങ്കിൽ ആ രോഗിക്ക് ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വൃക്കപരാജയം വന്നു, നേരത്തെ ഒരു കിഡ്നിയുടെ അസുഖം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ ആ രോഗികൾക്ക് റീനൽ ഷട്ട് ഡൗൺ വരികയും അങ്ങനത്തെ രോഗികൾക്ക് നമുക്ക് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡയാലിസിസ് ചെയ്തു തുടങ്ങേണ്ടി വരും. പക്ഷേ ഇത്തരം രോഗികളിൽ നമ്മൾ ആ സപ്പോർട്ടിംഗ് സ്റ്റേജ് കഴിഞ്ഞ് ആ ഒരു അസുഖം രോഗിയുടെ പൂർണ്ണമായിട്ടും ഭേദപ്പെടുമ്പോൾ വൃക്കകൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും അബ്നോർമാലിറ്റീസ് ഒക്കെ മാറി വൃക്കകൾ നോർമലായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് ഡയാലിസിസ് നിർത്താൻ പറ്റും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ കാരണം അല്ലെങ്കിൽ പ്രഷർ കാരണം, ജീവിതശൈലി രോഗങ്ങളൊക്കെ കാരണം വൃക്കരോഗം പതുക്കെ സ്റ്റേജ് വൈസ് മൂർച്ഛിച്ച് ഒരു സ്റ്റേജ് 5 എത്തി ആ രോഗിക്ക് ഈ അബ്നോർമാലിറ്റീസ് മൂലം നമുക്ക് ഡയാലിസിസ് ചെയ്തു തുടങ്ങേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് പൂർണ്ണമായിട്ടും സ്ഥിരമായിട്ട് ലൈഫ് ലോങ് ഡയാലിസിസ് ചെയ്യേണ്ടി തന്നെ വരും. അത്തരം രോഗികൾക്ക് ഡയാലിസിസ് നിർത്താൻ പറ്റുന്ന ഏക അവസ്ഥ എന്ന് പറയുന്നത് വിജയകരമായിട്ടുള്ളൊരു റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ. അതായത് നമ്മൾ വിജയകരമായിട്ട് ആ രോഗിക്ക് കിഡ്നി മാറ്റിവെക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രോഗിയുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ വരികയും അതിനെ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് എ ക്യൂർ ഫോർ റീനൽ ഡിസീസ് എന്നാണ് പറയുക. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് ഡയാലിസിസ് മാറ്റിവെക്കാൻ സാധിക്കും. അപ്പം നമുക്ക് പല രോഗികളും ഡയാലിസിസ് പൂർണ്ണമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതുകൊണ്ട് മാത്രം ഡയാലിസിസ് ചെയ്യുന്നതിന് വിമുഖത കാണിക്കാറുണ്ട്. ശരി ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്. ഹരിപ്പാട് നിന്നും അജിതയാണ്. അജിത, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, ചോദിച്ചു. നമസ്കാരം ഡോക്ടർ. പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന് കാർഡിയോമയോപ്പതിക്ക്
ഒരു 1.5 വർഷമായിട്ട് മരുന്ന് മേടിക്കുകയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞോളൂ. നമസ്കാരം സാർ. എന്റെ ഹസ്ബൻഡിന് കാർഡിയോമയോപ്പതി എന്ന അസുഖത്തിന് തിരുവനന്തപുരം ശ്രീചിത്രയില് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടുന്ന് നിർദ്ദേശിച്ച ഫുഡൊക്കെ കഴിക്കുമ്പോഴും സാക്കുമാഡ 100 എന്ന് പറയുന്ന മരുന്ന് കഴിക്കുന്നു. അപ്പൊ നെഫ്രോളജി കൺസൾട്ടന്റിന് ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, നെഫ്രോളജിസ്റ്റിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ക്രിയാറ്റിൻ അങ്ങോട്ട് കുറയുന്നില്ല. പലപ്പോഴും ഇപ്പം 2 തരം മരുന്ന് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് തന്ന് അത് കൊടുത്തോണ്ടിരുന്നിട്ടും 1.5 വരികയാണ് ഈ മരുന്ന് കഴിച്ചിട്ടും. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ മരുന്നിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കുമോ എന്നറിയാനാണ്. അല്ല, നമുക്ക് സ്ഥിരമായിട്ടുള്ള ഈ കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളൊരു ഹാർട്ടിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അത്തരം രോഗികൾക്ക് കാലക്രമേണ പതുക്കെ കിഡ്നിയുടെ ഫംഗ്ഷൻ മോശമായിട്ട് വരാറുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മുടെ ക്രിയാറ്റിൻ കൂടുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ കൂടുന്നുണ്ടെങ്കിലും ഈ 1.5 എന്ന് പറയുന്ന ഒരു അപകടകരമായ സ്റ്റേജ് അല്ല. നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മതിയാകും. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിലുള്ള മോണിറ്ററിങ് തീർച്ചയായും ആവശ്യമാണ്. ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഹാർട്ടിൻ്റെ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ചിത്രയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന പോലെയുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്രിയാറ്റിൻ കുറയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയും വേറെ എന്തെങ്കിലും കാരണം ക്രിയാറ്റിൻ കൂടാനുണ്ടോ എന്നുള്ളത് ഒരു വൃക്കരോഗ വിദഗ്ധനെ കാണിച്ച് ടെസ്റ്റ് ചെയ്യുകയും വേണം. ഡയാലിസിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഡയാലിസിസ് എത്ര തരത്തിലുണ്ട്? ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഡയാലിസിസ് ആണുള്ളത്. ഒന്ന് രക്ത ഡയാലിസിസ്, ഒന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ്. നമുക്ക് രണ്ടിൻ്റെയും പ്രവർത്തനം ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും ഫിസിയോളജിക്കലി രണ്ട് ചെയ്യുന്നത് ഒരേ കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സിനെ പുറന്തള്ളുക എന്നുള്ളതാണ് നമ്മൾ ഡയാലിസിലൂടെ ചെയ്യുന്നത്. 2 തരത്തിലുള്ള ഡയാലിസും അതാണ് ചെയ്യുന്നത്. രക്ത ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള രക്തം ഒരു ട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഒരു ഫിസ്റ്റുലയിൽ ഘടിപ്പിക്കുന്ന നീഡിൽ വഴിയോ ഒരു മെഷീനിലേക്ക് കടത്തിവിടുകയും മെഷീനിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു കൃത്രിമ വൃക്ക എന്ന് പറയാവുന്ന ഒരു ഡയലൈസറിനുള്ളിലൂടെ ഈ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിച്ച് തിരിച്ച് ശരീരത്തിനുള്ളിലേക്ക് കയറ്റിവിടുകയാണ് നമ്മൾ രക്ത ഡയാലിസിസ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഡയാലിസിസ് രീതി. ഒരു സെൻറ്ററിൽ പോയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യുന്ന ഡയാലിസിസ് രീതി എന്ന് പറയുന്നത് ഈ രക്ത ഡയാലിസിസ് ആണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ്. നമ്മുടെ വയറിനുള്ളിലെ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് സ്ഥിരമായിട്ട് പിടിപ്പിച്ചിരിക്കുന്ന ഒരു പെരിറ്റോണിയൽ കത്തീറ്റർ ഉണ്ടാകും. ആ കത്തീറ്റർ വഴി നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്, നമ്മൾ ഡയാലിസിസിൽ ഉപയോഗിക്കുന്ന ഡയാലിസിസ് ഫ്ലൂയിഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു പെരിറ്റോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ട്യൂബ് വഴി പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് കയറ്റിവിടുന്നു. 2 ലിറ്റർ ഫ്ലൂയിഡാണ് നമ്മൾ കയറ്റിവിടുന്നത്. അതിനുശേഷം നമ്മളൊരു 4 മണിക്കൂർ നേരം ആ ട്യൂബ് ക്ലാമ്പ് ചെയ്തതിന് ശേഷം രോഗിക്ക് ജോലികൾ ചെയ്യാം, ഓഫീസിൽ പോകുന്നവർക്ക് ഓഫീസിൽ പോകാം. അതിനുശേഷം ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ആ ട്യൂബ് വഴി തന്നെ ഈ വേസ്റ്റ് പ്രോഡക്ട്സ് കലർന്ന ആ വെള്ളം തിരിച്ചൊരു ബാഗിലേക്ക് ശേഖരിക്കുകയും ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഈ 2 രീതിയിലാണ് ഡയാലിസിസ് ഉള്ളത്. ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ഒറ്റപ്പാലത്ത് നിന്ന് മുഹമ്മദ് അലിയാണ്. മുഹമ്മദ് അലി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ. ഹലോ സാർ, പറഞ്ഞു. നമ്മളെ പേരക്കുട്ടിക്ക് പിന്നെ അവൻ പ്ലസ് ടു പഠിക്കണം. അവന് പനി വന്നു. ഓക്കെ. അപ്പൊ പനി വന്ന് മാറിയപ്പോ ഫുള്ള് നീര് വന്നു. ഓക്കെ. അതെന്തിൻ്റെതാണ്? കിഡ്നിയുടെ അസുഖം മൂലം ചില കുട്ടികൾ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് പനി വന്ന് മാറുമ്പോൾ ചിലപ്പോൾ നീര് വരുന്നതായിട്ട് കാണാറുണ്ട്. അത് അക്യൂട്ട് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആകാനാണ് സാധ്യത. 2-3 പ്രാവശ്യം അത് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തു. ഓക്കെ. ഡോക്ടറെ കണ്ടിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ നീര് വരുന്നതിൻ്റെ കൂടെ ചിലപ്പം BP കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വൃക്കരോഗ വിദഗ്ധനെ കാണിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതുകൂടാതെ യൂഷ്വലി ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ക്രിയാറ്റിൻ കൂടുകയും പിന്നെ നീര് മാറിയിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഈ ഒരു ഞാൻ പറഞ്ഞ ഈ അക്യൂട്ട് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ അതുകൊണ്ട് ഭാവിയിലേക്ക് തകരാറുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്രിയാറ്റിൻ മോണിറ്ററിങ് ചെയ്യേണ്ടി വരും. അത് മതിയാകും. അത് മതിയാവും.
ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു ആശുപത്രിയുടെ അല്ലെങ്കിൽ ഒരു സെന്ററിന്റെ സഹായമില്ലാതെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാവുന്ന ഡയാലിസിസ് എങ്ങനെയാണ്? അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 തരത്തിലുള്ള ഡയാലിസിൽ രക്ത ഡയാലിസിസ് എന്ന് പറയുന്ന ഡയാലിസിസ് ചെയ്യുന്നതിന് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഡയാലിസിസ് സെൻറ്ററിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഡയാലിസിസ് മെഷീൻ്റെ ഉപയോഗം അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ വ്യാപകമല്ലെങ്കിലും വിദേശ നാടുകളിൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ വീട്ടിൽ വെച്ചുള്ള ഹീമോ ഡയാലിസിസ്, അത് വീട്ടിൽ വെച്ചുള്ള രക്ത ഡയാലിസിസ് കണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് വളരെ വളരെ വിരളമാണ്. അപ്പം ഇങ്ങനത്തെയുള്ളൊരു ഡയാലിസിസ് സെൻറ്റർ, രക്ത ഡയാലിസിൻ്റെ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ രോഗിക്കും രോഗിയുടെ ഒരു ബൈസ്റ്റാൻഡറൊക്കെ കൂട്ടിരിപ്പുകാരനും ഈ ആഴ്ചയിൽ 2 or 3 വട്ടം ഈ ഡയാലിസിസ് സെൻറ്റർ സന്ദർശിക്കുകയും അവിടെ വെച്ച് ഡയാലിസിന് വിധേയനാകുകയും ചെയ്യേണ്ടി വരുന്നു. അപ്പം രോഗിക്കും അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരനും ഒരു ദിവസത്തെ ജോലി നഷ്ടം, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ വെച്ചുള്ള ഡയാലിസിസ് എന്നുള്ള കാര്യത്തിന് കൂടുതൽ പ്രചാരമേറി വരുന്നത്. ഗവൺമെൻറ് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചുള്ള ഡയാലിസിസ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പല നടപടികളും എടുത്തു വരുന്നുണ്ട്. അപ്പം വീട്ടിൽ വെച്ചുള്ള ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ്, വീട്ടിൽ വെച്ചിട്ടുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ്, ഞാൻ നേരത്തെ പറഞ്ഞ വയറിലേക്ക് ട്യൂബിട്ടിട്ടുള്ള ഡയാലിസിസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരം കാര്യത്തിൽ നമ്മൾ യൂഷ്വലി പേഷ്യൻറ്റിന് ഒരു വയറിലേക്കുള്ള ഒരു ട്യൂബ് സ്ഥിരമായിട്ട് ഇട്ട് കൊടുക്കുകയും രോഗിയെ അല്ലെങ്കിൽ രോഗിയെയും ബന്ധുവിനെയും എങ്ങനെ സ്ഥിരമായി ഡയാലിസിസ് ചെയ്യാമെന്നുള്ളത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രോഗിക്ക് ഈ നേരത്തെ പറഞ്ഞ ഡയാലിസിസ് ഫ്ലൂയിഡ് 2 ലിറ്റർ അടങ്ങുന്ന ബാഗിലുള്ള ഡയാലിസിസ് ഫ്ലൂയിഡ് ദിവസം ഒരു 2 വട്ടമോ 3 വട്ടമോ ചെയ്തുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പം അത് സാധാരണയായിട്ട് 2 വട്ടമോ 3 വട്ടമോ ആണ് നമ്മൾ ചെയ്യുന്നത്, ദിവസവും ചെയ്യേണ്ടി വരും രോഗിക്ക്. പക്ഷേ ഇത്തരം ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു രക്ത ഡയാലിസിസ് നമ്മൾ ആഴ്ചയിൽ 2 or 3 വട്ടമാണ് ചെയ്യുന്നത്. അപ്പം ഒരാഴ്ചയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ആ ഒരു 4 hour സെഷൻ കൊണ്ട് ശരീരത്തിൽ നിന്ന് മാറ്റുകയാണ്. അപ്പം വീട്ടിൽ വെച്ചുള്ള ഡയാലിസിസ്, അതായത് പെരിറ്റോണൽ ഡയാലിസിസ് നമ്മൾ ദിവസവും ചെയ്യുന്നത് മൂലം ശരീരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നത് നമുക്ക് ദിവസവും ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു. അപ്പം ഇത് നമ്മുടെ വൃക്കകൾ ചെയ്യുന്നതിന് ഏകദേശം സമാനമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്ന ഈ പെരിറ്റോണൽ ഡയാലിസിനെ നമ്മൾ കൂടുതൽ ഫിസിയോളജിക്കലായിട്ടുള്ളൊരു ഡയാലിസിസ് എന്ന് പറയാറുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയാലിസിസ് പ്രചാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇപ്പോൾ കൂടുതലായിട്ട് ഫ്ലൂയിഡ്സൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുക, എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലുമുള്ള ആശുപത്രികൾ വഴി രോഗിക്ക് ഫ്ലൂയിഡ്സ് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫ്ലൂയിഡ്സ് രോഗിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് രോഗിയുടെ ഈ പരിശീലനം കിട്ടിയ ബൈസ്റ്റാൻഡർക്ക് രോഗിക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഞാൻ 1.7 ആണ് ക്രിയാറ്റിൻ. ഓക്കെ. 2011 തൊട്ട് ക്രിയാറ്റിൻ ഇങ്ങനെ കയറി കണ്ടുപിടിച്ചാണ്. ഓക്കെ, 2011 തൊട്ട്. 2011 തൊട്ട്. ഓക്കെ. ഞാൻ ഷട്ടിൽ നല്ലത് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴുണ്ടല്ലോ കളിച്ച് കഴിയുമ്പോൾ വായിക്ക് വരെ കയ്പാണ്. കളിക്കാൻ വേണ്ടി കളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കളിക്കുകയാണെങ്കിൽ വായിന് കയ്പ് വരും ഭയങ്കരമായിട്ട്. ഓക്കെ, ഇപ്പോഴത്തെ 1.7 ക്രിയാറ്റിൻ ഉള്ളതല്ലാതെ താങ്കൾക്ക് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടോ? യൂറിനിൽ പത വരിക അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല? വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളയാളാണോ? പ്രഷറോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളയാളാണോ? ഷുഗർ ഇല്ല, പ്രഷറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 1.7 എന്നുള്ളത് കൊണ്ട് മാത്രം വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസ് കിഡ്നിയുടെ അസുഖം കൊണ്ട് മാത്രം ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ വായിൽ കയ്പ് വരുന്നതെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളെ ഡെൻ്റൽ ഹൈജീൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. പക്ഷേ നമ്മുടെ ക്രിയാറ്റിൻ കാലക്രമേണ കൂടി വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കിഡ്നിക്ക് വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ്ങും നമ്മുടെ BP ഒക്കെ നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ്. അപ്പോൾ ഒരു 3 months കൂടുമ്പോൾ നമ്മുടെ ക്രിയാറ്റിൻ നമ്മൾ മോണിറ്റർ ചെയ്യുകയും അത് മോണിറ്റർ ചെയ്തൊരു വൃക്കരോഗ വിദഗ്ധനെ കണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് കൂടാനുള്ള കാരണങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ല ഡോക്ടർ, ഒരു കാര്യം കൂടി. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ എന്റെ അടുത്തുള്ള ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അസ്ഥിരുണ്ടാകുന്ന വിഷയങ്ങളാണ്, അത് മരുന്ന് ഈ വൈറ്റമിൻസ് മരുന്ന് കഴിച്ചാൽ മതി എന്നാ പറഞ്ഞത്. പക്ഷെ ഞാനത് കഴിച്ചിട്ടില്ല, എനിക്ക് പേടി. അപ്പൊ ഏത് ഡോക്ടറെ കാണിക്കുന്നത് കഴിക്കാൻ പേടി, മരുന്നെല്ലാം കഴിക്കാൻ. ഓക്കെ, നമുക്ക് വൈറ്റമിൻ B12ന്റെ അംശം ശരീരത്തിൽ കുറവാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമുള്ളതല്ല. നമുക്ക് ശരീരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ വ്യതിയാനം മൂലവും ഈ പറഞ്ഞ ഈ സിംറ്റംസ് ഉണ്ടാകാം. ക്രിയാറ്റിൻ്റെ കാരണം മൂലം മാത്രമല്ല, ഈ പറഞ്ഞ വ്യതിയാനം മൂലവും ചിലപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ താങ്കളുടെ ഈ 1.7 ക്രിയാറ്റിൻ വെച്ചിട്ട് ക്രിയാറ്റിൻ്റെ ഇപ്പോൾ കിഡ്നിയുടെ അവസ്ഥയേക്കാൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഇതിന് ഉണ്ടോ എന്നുള്ളത് നമ്മളൊരു ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യണം.
ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കേണ്ടതായുണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിൽ കൂടുതലായി എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന് മരുന്നുകളുടെ ഉപയോഗം, ഒന്ന് ഭക്ഷണക്രമത്തിലുള്ള വ്യത്യാസങ്ങൾ. നമുക്ക് ഭക്ഷണക്രമത്തിലുള്ള വ്യത്യാസങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡയാലിസിസിന് മുന്നേ പല രോഗികൾക്കും അനുഭവം ഉണ്ടാകും. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ മിക്കവാറും പല റെസ്ട്രിക്ഷൻസും, അത് കഴിക്കരുത് ഇത് കഴിക്കരുത്, അങ്ങനെ പല റെസ്ട്രിക്ഷൻസും പറയാറുണ്ട്. പക്ഷേ വൺസ് ഒരു രോഗി ഡയാലിസിസ് തുടങ്ങിക്കഴിയുമ്പോൾ ആ രോഗിക്ക് കുറച്ചുകൂടെ കൂടി ആ രോഗിക്ക് സ്വാതന്ത്ര്യമായിട്ട് ആ രോഗിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ളൊരു അവസരം കൈവരും. കാരണം നമ്മൾ ശരീരത്തിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് പ്രൊഡക്ട്സിനെയൊക്കെ ഡയാലിസിസ് വഴി റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ഉള്ള അവസ്ഥ, അതായത് ഡയാലിസിസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് അക്യുമുലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഉദാഹരണത്തിന് പൊട്ടാസ്യം ലവണം കൂടുന്നതുകൊണ്ട് നമുക്ക് പഴങ്ങളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. പ്രോട്ടീൻസിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട്, മെറ്റബോളിക് പ്രൊഡക്ട്സിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് നമുക്ക് പ്രോട്ടീൻസ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു രോഗിക്ക് ഡയാലിസിസ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരികയും ആ രോഗിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരവസ്ഥ കൈവരികയും ചെയ്യും. എന്നാൽ പോലും നമ്മൾ പല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് വെള്ളത്തിൻ്റെ അളവ്. ഇപ്പോൾ പല രോഗികൾക്കും മൂത്രത്തിൻ്റെ അളവ് ഡയാലിസിസ് ചെയ്യുന്ന രോഗിയിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് വെള്ളം മാറ്റുന്നത് ഈ ഡയാലിസിസ് വഴി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരത്തിലേക്ക് ചെല്ലുന്ന വെള്ളത്തിൻ്റെ അളവും കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ രോഗിക്ക് ദിവസം എടുക്കാവുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പരിമിതപ്പെടുത്താറുണ്ട്. സാധാരണയായിട്ടൊരു 800 ml തൊട്ട് 1 ലിറ്റർ വരെ വെള്ളം കുടിക്കാനാണ് നമ്മൾ രോഗിയോട് പറയുന്നത്. പക്ഷേ ചില രോഗികൾക്ക് മൂത്രത്തിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ, നീരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് വെള്ളം കൂടി കൂടുതൽ കുടിക്കാവുന്നതാണ്. അതുപോലെ അടുത്ത കാര്യമാണ് പ്രോട്ടീൻ്റെ അളവ്. നമുക്ക് പ്രോട്ടീൻ്റെ അളവ് ഒരു 60 കിലോ ഒക്കെ ഉള്ള രോഗിക്ക് ഒരു 50 ഗ്രാം പ്രോട്ടീനൊക്കെ ദിവസം കിട്ടാൻ പാകത്തിലുള്ള ഭക്ഷണം ഇറച്ചി, മീൻ, മുട്ട തുടങ്ങിയ കാര്യങ്ങൾ വഴിയും അല്ലെങ്കിൽ നട്ട്സ് വഴിയൊക്കെ ശരീരത്തിലേക്ക് എത്താൻ പാകത്തിനുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം. പിന്നെ പ്രധാനമായിട്ടും നോക്കാനുള്ളത് പൊട്ടാസ്യത്തിൻ്റെ അളവാണ്. നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് ഡയാലിസിസ് വഴി നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന ആഴ്ചയിൽ 2-3 വട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവേളകളിൽ ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് ഒരുപാട് കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടാസ്യം കൂടുതലുള്ള ഫുഡ്സ് നമ്മൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് ഫ്രൂട്ട്സിലും ഫ്രൂട്ട് ജ്യൂസസിലുമാണ് പൊട്ടാസ്യം ഏറ്റവും കൂടുതലുള്ളത്. അപ്പം രോഗി ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ജ്യൂസസ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതൽ വരികയും പൊട്ടാസ്യം കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. പൊട്ടാസ്യം കുറവുള്ള പഴങ്ങൾ കുറഞ്ഞ തോതിൽ കഴിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് പപ്പായ അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെയാണ് നമ്മൾ കുറഞ്ഞ തോതിൽ കഴിക്കാമെന്ന് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം, പൊട്ടാസ്യം ഉള്ള ലവണങ്ങൾ നമ്മൾ കിഡ്നിക്ക് അസുഖം വരുന്നതിന് മുമ്പ് ഒരു ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള രോഗിക്ക് ചിലപ്പോൾ നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ സോൾട്ട്സ്, സോഡിയം അടങ്ങിയ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിവേപ്പിന് പകരം നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ ഇന്ദുപ്പ് നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ വൺസ് നമുക്ക് കിഡ്നിയുടെ അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയാലിസിസിലായി കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം അടങ്ങിയ ലവണങ്ങൾ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ശരീരത്തിൽ കൂടുന്നതിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ദുപ്പ് പോലെയുള്ള പൊട്ടാസ്യം കൂടുതലുള്ള ലവണങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ശരീരത്തിലെ മറ്റ് ലവണങ്ങളും നിയന്ത്രിച്ച് കഴിക്കണം. ചിലപ്പോൾ അതിന് കൂടാതെ നമുക്ക് മരുന്നുകളിലും നിയന്ത്രണം വേണ്ടി വന്നേക്കാം. ഏറ്റവും പ്രധാനമായിട്ടെന്നുള്ള നമ്മുടെ രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുകയും പല ഡയാലിസിസ് രോഗികൾക്കും BP കൂടുന്ന അസുഖമുള്ളവരായതുകൊണ്ട് തന്നെ അവർക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ രക്തത്തിലെ മറ്റ് ലവണങ്ങൾ, അതായത് കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയ്ക്ക് അളവ് നിയന്ത്രിക്കാനുള്ള മരുന്നുകളും കഴിക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു, കിഡ്നികളാണ് നമുക്ക് ശരീരത്തിലുള്ള എറിത്രോപോയറ്റിൻ എന്നുള്ള ഹോർമോൺ, രക്താണുക്കൾ ഉണ്ടാകാനുള്ള എറിത്രോപോയറ്റിൻ ഹോർമോൺ ഉണ്ടാക്കുന്നത് കിഡ്നികളാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് എറിത്രോപോയറ്റിൻ ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളിലുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രത്യേകിച്ചും ഫിസ്റ്റുല വെച്ചിട്ട് ഡയാലിസിസ് ചെയ്യുന്ന AV ഫിസ്റ്റുല എന്ന് പറയുന്ന ഡയാലിസിസിന് ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ ഉപയോഗിക്കുന്ന രക്തധമനികൾ ഉപയോഗിച്ച് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ പറയുന്നത് ഈ AV ഫിസ്റ്റുല എന്ന് പറയുന്നത് ഡയാലിസിസ് രോഗിയുടെ ഒരു ലൈഫ് ലൈനാണ്. അതുകൊണ്ട് തന്നെ ഈ AV ഫിസ്റ്റുലയിലൂടെ ഒഴുകുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് എപ്പോഴും ഡയാലിസിസ് രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ രക്തധമനിക്ക് ഇഞ്ചുറി ഒന്നും പറ്റാതെ നോക്കുക. അതുപോലെ തന്നെ രക്തധമനിക്ക് കംപ്രഷൻ വരുന്ന, ഞെക്കൽ വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് രക്തധമനിയിൽ അമർന്നു പോകുന്ന രീതിയിലുള്ള ചരടുകൾ അല്ലെങ്കിൽ വാച്ചുകൾ തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക. രക്തധമനിയിൽ തലയിൽ വെച്ച് കിടന്നുറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഈ ഡയാലിസിസ് ഫിസ്റ്റുല ചെയ്തിരിക്കുന്ന കയ്യിൽ ഉപയോഗിച്ച് വലിയ ഹെവി വെയ്റ്റ്സ് പൊക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ഡയാലിസിസ് രോഗിയുടെ AV ഫിസ്റ്റുല നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ശരി.
ഡയാലിസിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഹലോ ഡോക്ടറിൽ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ NG ശ്രീജിത്താണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ഒരു വിഷയമായി കാണും വരയ്ക്കും. നമസ്കാരം.